എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബികോം 5th സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലെ ഒന്നാമത്തെ മൊഡ്യൂളിൽ കംപ്ലീറ്റ് തിയറിയാണ് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. ഈ ഒരു മൊഡ്യൂളിലെ കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണയായിട്ട് ഒരു 15ഓളം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് തിയറി ആയിട്ട് ചോദിക്കുന്നത്. എല്ലാ സ്റ്റുഡൻസിനും പൊതുവെ മറ്റ് അക്കൗണ്ടിങ്ങിനെ താരതമ്യം ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് സിമ്പിളാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് ഏരിയ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 50+ മാർക്ക് തിയറി തന്നെ പഠിച്ചുകൊണ്ട് ഉറപ്പുവരുത്താവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. ബിക്കോസ് കഴിഞ്ഞ 4 വർഷമായിട്ട് അടുപ്പിച്ച് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് 4 വർഷവും ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ പഠിച്ചു വെച്ചോളൂ. അക്കോർഡിംഗ് ടു റോബർട്ട് അന്തോണി ആ പേര് പഠിച്ചു വെക്കുക. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആകുന്ന അക്കൗണ്ടിംഗ് ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിലൊന്ന് പഠിച്ചു വെക്കുക. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. ഈ ഒരു ഡെഫിനിഷൻ റോബർട്ട് അന്തോണിയുടെ പേര് കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അടുത്തതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് സിംപ്ലി മീൻസ് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു മാനേജേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻ്റ് ആണ്. ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് മാനേജേഴ്സിന് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബേസിക്കലി മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. ഫ്യൂച്ചർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. അപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആൻസർ ചെയ്യുമ്പോഴും അതിനെ ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മീനിങ്ങും അതുപോലെ തന്നെ ഒരു ഡെഫിനിഷനുമാണ്. റോബർട്ട് അന്തോണി കൊടുത്തിട്ടുള്ള ഒരു മീനിങ് ആണ് അവിടെ, ഡെഫിനിഷനാണ് അവിടെ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. അത് അതേപോലെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിംപ്ലി മീൻസ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു മാനേജേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് 5 മാർക്കിനാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് എഴുതിയിട്ട് മാത്രം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എഴുതുക. ഈ ഫങ്ഷൻസ് ഞാൻ എൻ്റെ PDF നോട്ടുകളിൽ പോയിന്റ്സ് മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരു കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാണ്, ഈ പോയിന്റ്സ് മാത്രം എഴുതി വെച്ചാൽ 2 മാർക്കേ കിട്ടുകയുള്ളൂ. നിങ്ങൾ അതിന് ഓൺ വേർഡ്സിൽ എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റുള്ളൂ. ആദ്യത്തേതാണ് പ്ലാനിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഈസ് പ്ലാനിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിംഗ് ആൻഡ് ഓൾസോ മേക്കിംഗ് ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമെന്ന് ഫോർകാസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പ്ലാനിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അടുത്തതാണ് മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഡാറ്റയെ കൃത്യമായി അറേഞ്ച് ചെയ്ത് മാനേജ്മെൻറ്റിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. അതാണ് മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അടുത്തതാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഓരോ അക്കൗണ്ടിംഗ് ഡാറ്റയുടെയും ആക്യുറസി പരിശോധിച്ച് അതിനെ കൃത്യമായി അനലൈസ് ചെയ്ത് അതിനെ കൃത്യമായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനെ സിമ്പിൾ വേയിലേക്ക് മാറ്റിയിട്ടാണ് മാനേജേഴ്സിന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ.
ഡാറ്റയെ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആരൊക്കെയാണോ ഒരു ഫേമിന്റെ യൂസേഴ്സ്, അതായത് ബാങ്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെന്റ്, ക്രെഡിറ്റേഴ്സ്, മാനേജേഴ്സ്, ഇവരെല്ലാമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം. അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോർഡിനേഷനും കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ്സ് പഠിക്കുക, ഓൺ വേർഡ്സിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോളിംഗ്, കോർഡിനേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ? ആ പോയിന്റ്സ് പഠിക്കുക. അടുത്തതാണ് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ലെറ്റ്സ് സീ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഏതെല്ലാം ഏരിയയിലാണ് അപ്ലൈ ചെയ്യുന്നത്? നമുക്കറിയാം സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് വെരി വൈഡ്. ഒരുപാട് മേഖലയിൽ ഒരു ബിസിനസ് ഫേമിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഒരുപാട് മേഖലയിൽ യൂസ്ഫുൾ ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഏതെല്ലാം ടോപ്പിക്സ് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ടാക്സ് അക്കൗണ്ടിങ്. അപ്പൊ 3 സ്കോപ്പ് പഠിച്ചല്ലോ. മിക്കവാറും 5 മാർക്കിനായിരിക്കും സ്കോപ്പ് എല്ലാം ചോദിക്കുക. അപ്പൊ നമ്മൾ 3 സ്കോപ്പ് പഠിച്ചു കഴിഞ്ഞു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സ് അക്കൗണ്ടിങ്. 3ഉം അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. ആ പേര് മനസ്സിൽ തറപ്പിച്ച് പഠിക്കുക. ഒരു 3 or 4 ടൈംസ് എന്റെ കൂടെ തന്നെ റിപ്പീറ്റഡ്ലി നിങ്ങൾ അത് പറഞ്ഞു നോക്കുക. ദെൻ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നോക്കുക. ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ഇടുന്ന ഓരോ വീഡിയോയിലും നിങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിലൂടെ പറയാത്തൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും ഒരുപാട് റെഫർ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 1, 2, 3 വർഷത്തതല്ല. ഈ സബ്ജക്റ്റ് യൂണിവേഴ്സിറ്റി എപ്പോഴൊക്കെ എക്സാം നടത്തിയിട്ടുണ്ടോ, അതായത് 2010 മുതലുള്ള എൻ്റെ കോളേജ് ലൈബ്രറിയിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ കോളേജ് ലൈബ്രറിയിലെ ഒരു 2010 മുതൽ 2024 വരെയുള്ള ഏകദേശം 14 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പഴയ ടെക്സ്റ്റുകൾ, അതേപോലെ വലിയ വലിയ ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റോറിലൂടെ ലഭിക്കുന്ന ടെക്സ്റ്റ്, ഇതെല്ലാം റെഫർ ചെയ്തിട്ടാണ് എന്തെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നുള്ള വ്യക്തമായ ഒരു ഐഡിയയിലൂടെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രമല്ല ഞാൻ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ വീഡിയോസ് മാത്രം കണ്ടുപോകുന്ന അല്ലെങ്കിൽ ജുറാസിന്റെ നോട്ട്സ് മാത്രം കണ്ടുപോകുന്ന സ്റ്റുഡൻസിന് മനസ്സിലാകും അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. ചിലർ പറയായിരിക്കും സാറിന്റെ നോട്ടിൽ എക്സ്പ്ലനേഷൻ കുറവാണ്. യെസ്, എൻ്റെ നോട്ടിൽ എക്സ്പ്ലനേഷൻ കുറവാണ്, 2 മാർക്ക്. പല കുട്ടികളുടെ ഇടയിലും ഡൗട്ട് ഉണ്ട്. 2 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിച്ചു, പല ടീച്ചേഴ്സും റോങ് ആയിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് 2 മാർക്കിന് നിങ്ങൾ ഒരുപാട് എഴുതണം, വലിച്ചു വാരി എഴുതണം എന്ന്. ഇറ്റ്സ് വെരി റോങ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്താണോ മീൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് മാത്രം എഴുതിയാൽ മതി. ഇനി നിങ്ങളോട് ഏതെങ്കിലും ടീച്ചേഴ്സ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് 2 മാർക്ക് ഇങ്ങനെ വലിച്ചു വാരി എഴുതുന്നത് എന്ന്. നിങ്ങൾക്ക് ആ സമയം കൊണ്ട് എസ്സേയോ അല്ലെങ്കിൽ 5 മാർക്കോ എഴുതാം. ഞാൻ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ എനിക്കറിയാം എന്തിനാണ് മാർക്ക് കൊടുക്കുന്നതെന്ന്. 2 മാർക്ക് എന്ന് പറഞ്ഞാൽ എക്സാക്ട് കണ്ടന്റ് ഉണ്ടായിരിക്കേണ്ടുള്ളൂ. അതിൽ കൂടുതൽ അവിടെ എന്ത് വേണ്ട, ഓവറായിട്ട് നിങ്ങൾ പൊലിപ്പിച്ച് എഴുതിയിട്ട് ഭയങ്കരമായിട്ട് റോങ് ആയിട്ട് എന്തെങ്കിലും തള്ളി മറിച്ചിട്ടൊന്നും കാര്യമില്ല. എക്സാക്ട് മീനിങ് ഞാൻ എൻ്റെ ജുറാസിന്റെ ഷോർട്ട് നോട്ടിൽ തരുന്നത് പ്രീവിയസ് ആൻസർ കീസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് അതൊക്കെ വെച്ചിട്ടാണ്. ആ എക്സാക്ട് മീനിങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ആ ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ പോയിന്റ്, എൻ്റെ നോട്ടിൽ ഞാൻ പോയിന്റ്സ് മാത്രമേ കൊടുക്കാറുള്ളൂ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മാർക്ക് 2 or 3 മാർക്കേ കിട്ടുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ജുറാസിന്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നല്ലൊരു ഗ്രേഡിലേക്ക് എത്താം. എൻ്റെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജും അയക്കുന്ന ഒത്തിരി പേരുണ്ട്. ചിലത് ഞാൻ സമയക്കുറവ് മൂലം ശ്രദ്ധിക്കാറില്ല, എന്നാൽ പോലും ഒരുവിധം എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരാറുണ്ട്. കാരണം ആ കുട്ടികൾ പറയാറ് സാറിൻ്റെ വീഡിയോസും നോട്ട്സും മാത്രം റെഫർ ചെയ്തിട്ട് നല്ല 90% അല്ലെങ്കിൽ 85% മാർക്ക് കിട്ടിയെന്ന്. കാരണം ആ PDF കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. ആ PDF കയ്യിൽ വെച്ച് അത് കൊണ്ടുപോയി ബിറ്റ് അടിച്ചാലോ അല്ലെങ്കിൽ അത് കൊണ്ടുപോയിട്ട് അതിലെ കുറച്ച് മാത്രം പഠിച്ചു പോയിട്ടോ കാര്യമില്ല. അത്രയും 10 or 20 പേജ് മാത്രമേ ആ PDF ഉള്ളൂ. അത് പ്രിന്റ് എടുത്ത് വെച്ച് കൃത്യമായിട്ട് ഒരു 2 ദിവസം പഠിച്ച് അതോടൊപ്പം എൻ്റെ വീഡിയോയും കണ്ട് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് കീവേഡ്സ് ഒക്കെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ,
അപ്പം ഞാനത് പറഞ്ഞത് എൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതല്ല. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്ന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിവേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസും ഞാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം അക്സെപ്റ്റബിൾ ആണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്സും കമൻസും നമുക്ക് തരിക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും ഓരോ വീഡിയോ ഉണ്ടാക്കാനും നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിച്ചിട്ടുണ്ടാവും, നോ പ്രോബ്ലം. എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് വളരെ വൈഡ് ആണ്. അത് എവിടെയെല്ലാമാണ് യൂസ് ചെയ്യുന്നത്? ആദ്യത്തെ 3 അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഫീൽഡിലും കോസ്റ്റ് അക്കൗണ്ടിംഗ് ഫീൽഡിലും അതുപോലെ തന്നെ ടാക്സ് അക്കൗണ്ടിംഗ് ഫീൽഡിലും നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബഡ്ജറ്റിംഗിലും ഫോർകാസ്റ്റിംഗിലും മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിനും ഇന്റേണൽ ഓഡിറ്റിംഗിനും കോസ്റ്റ് കൺട്രോളിനും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സുകളിൽ അതുപോലെ തന്നെ MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ, ഈ മേഖലകളിലെല്ലാം തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് സ്കോപ്പ് ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, ടാക്സ് അക്കൗണ്ടിംഗ്, ആ 3 അക്കൗണ്ടിംഗ് ഓർത്ത് വെക്കുക. ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ് ഒന്നും അറിയാത്ത കുട്ടിയാണ്, പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ 5 സ്കോപ്പെങ്കിലും ഓർത്ത് വെക്കുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, ടാക്സ് അക്കൗണ്ടിംഗ്, ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്. ബാക്കിയുള്ളവർ ബാക്കി കൂടെ പഠിക്കുക. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക് കവർ ചെയ്തു, സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എയിം, പർപ്പസ്, ഫീച്ചേഴ്സ് ഇതെല്ലാം ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. എയിം, പർപ്പസ്, ഫീച്ചേഴ്സ് ഇതെല്ലാം സെയിം ആണ്. ടു ഇവാലുവേറ്റ് പെർഫോമൻസ്, മാനേജ്മെന്റിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്, ഫ്യൂച്ചറിലേക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ടു കമ്മ്യൂണിക്കേറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, എംപ്ലോയീസുമായിട്ട് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ടു ഹെൽപ്സ് ഇൻ ഓർഗനൈസിങ്, അതുപോലെ തന്നെ കോർഡിനേഷൻ, അതുപോലെ തന്നെ കൺട്രോൾ. ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, ഓർഗനൈസിങ്ങിനും കോർഡിനേഷനും കൺട്രോളിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോളിസി ഫോർമുലേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. ഞാൻ സിമ്പിൾ ആയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ 5 ഒബ്ജക്റ്റീവ്സ് ഈ PDF കൊടുത്തത് പോലെ തന്നെ ഒരു 5 എണ്ണം ഞാൻ പറഞ്ഞു തരാം. അതുകൂടെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളൂ, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. 1 ടു വാലിഡേറ്റ് പെർഫോമൻസ്, 2 ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്, 3 ടു കമ്മ്യൂണിക്കേറ്റ്, 4 ടു ഹെൽപ്സ് ഇൻ ഓർഗനൈസിങ്, 5 ടു ഹെൽപ്സ് ഇൻ കൺട്രോളിങ്, ടു ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ, ടു ഹെൽപ്സ് ഇൻ പ്രിപ്പയർ റിപ്പോർട്ട്. അപ്പൊ നിങ്ങൾ അത്രയും പഠിച്ചല്ലോ. ഇതിൽ ടു ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് എഴുതാം. ടു ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ്, റിപ്പോർട്ട്, കോർഡിനേഷൻ, കൺട്രോളിംഗ്, ഓർഗനൈസിങ് മതി. അപ്പൊ നമ്മൾ സ്കോപ്പ് ഒബ്ജക്റ്റീവ് പഠിച്ചു. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഇത് സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും പഠിച്ചു വെക്കുക. ചോദിക്കട്ടെ, യൂണിവേഴ്സിറ്റി ചോദിക്കട്ടെ, ഞാൻ ചോദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ ചോദിക്കാണ്ടിരിക്കാം, എന്നാലും നമുക്ക് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നും എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതായത് രണ്ടിന്റെയും മീനിങ് കൊടുക്കുക. ഇനി മീനിങ് അറിയില്ലെങ്കിൽ ഈ ഡിഫറൻസിലെ 2-3 പോയിന്റ് ഒരു മീനിങ് ആയിട്ട് അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഡിഫറൻസ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മക്കളെ നിങ്ങൾ അത് എന്ത് ചെയ്യുക, 2 കോളം വരച്ച് ഈ സ്ക്രീനിൽ കണ്ട പോലെ തന്നെ കോളം വരച്ച് ഓരോ ഡിഫറൻസ് കഴിഞ്ഞാലും അണ്ടർലൈൻ കൊടുത്ത്, അതായത് ആ കോളം ക്ലോസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ ആ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ അതിനൊരു നീറ്റ്നെസ് ഉണ്ടാകും. നിങ്ങളുടെ പേപ്പർ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ഒരു ടാക്ടിക്സ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ടെക്സ്റ്റിലുള്ള സെയിം പോയിന്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തത്, പക്ഷെ അതിനെ ഒന്ന് ഷോർട്ട് ടേൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിന് ഒന്ന് ക്രിസ്പ് ആക്കി, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആക്കി, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. വേഗം ഒരു 10 ഡിഫറൻസ് പഠിച്ചെടുത്തോളൂ സ്ക്രീൻ നോക്കിയിട്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പൽസറി ആണ്, എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഓപ്ഷണൽ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പൽസറി, നിർബന്ധമുള്ള കാര്യമാണ് ഏതൊരു ഫേമിനും, എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഓപ്ഷണൽ ആണ്. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ലിമിറ്റഡ് സ്കോപ്പാണ്, പക്ഷേ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് വൈഡ് സ്കോപ്പാണ്.
മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് വൈഡ് ആണ്, എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്. അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. പൊതുവെ പുറത്തുള്ള ആളുകളായിരിക്കും, ഈ ബാങ്കേഴ്സ് അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഒക്കെ ആയിരിക്കും. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് എംപ്ലോയീസ്, മാനേജേഴ്സ് ഒക്കെ ആയിരിക്കും, അതായത് ഇന്റേണൽ യൂസേഴ്സ് ആയിരിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പൽസറി ആണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഓപ്ഷണൽ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ലിമിറ്റഡ് സ്കോപ്പാണ്, എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് വൈഡർ സ്കോപ്പാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്, എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് ഇന്റേണൽ യൂസേഴ്സ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എപ്പോഴും ഹിസ്റ്റോറിക്കൽ ഓറിയന്റഡ് ആണ്. കഴിഞ്ഞു പോയ ഡാറ്റയാണ് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ കിട്ടുക. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എപ്പോഴും ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിരിക്കും. അതായത് ഫ്യൂച്ചർ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റിംഗ് കമ്പൽസറി ആണ്, എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റിംഗ് നോട്ട് കമ്പൽസറി ആണ്. ഓഡിറ്റിംഗ് അത്രയ്ക്ക് കമ്പൽസറി അല്ല. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഹിസ്റ്റോറിക്കൽ ഓറിയന്റഡുമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ടാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എപ്പോഴും ഫ്യൂച്ചർ പ്ലാൻസിനെ കൺസേൺ ചെയ്യുന്നു. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എപ്പോഴും കൺസേൺഡ് വിത്ത് ഫ്യൂച്ചർ പ്ലാൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ പ്ലാൻസ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ പ്ലാൻസ് ആണ്. Then financial accounting is based on generally accepted accounting principles. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ റിജിഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എപ്പോഴും ഒരു റിജിഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസിനെ ഫോളോ ചെയ്തുകൊണ്ടാണ്. അതായത് ഫോളോ ചെയ്തുകൊണ്ടല്ല, ഞാൻ പറഞ്ഞത് മാറിപ്പോയി. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ അത്തരത്തിലുള്ള പ്രിൻസിപ്പൾസ് ഒന്നുമില്ല, എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അത്തരത്തിലുള്ള പ്രിൻസിപ്പൾസ് ഉണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഗീവ് മോർ എംഫസൈസ് ഓൺ ആക്യുറസി. എംഫസൈസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് എന്നാണ്. ആ എംഫസൈസ് എന്ന വാക്ക് കിട്ടാത്തവർ ഇമ്പോർട്ടൻസ് എന്നാക്കിക്കോളൂ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആക്യുറസിക്കാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റിപ്പോർട്ടിനാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കാണ്, എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് അത്തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ പീരീഡ് ഇല്ല. അപ്പം നമുക്ക് മനസ്സിലായി മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട 10 ഡിഫറൻസ്. ഇനി 10 മാർക്കിന് എസ്സേ ചോദിച്ചാൽ പോലും നമുക്കറിയാം ഇത് സിമ്പിൾ പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമന്റ് ഇടണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ച് വന്നിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അറിയാലോ, വീഡിയോയുടെ അവസാനം കൊടുക്കാറുണ്ട്. ഒരുവിധം എല്ലാവർക്കും അറിയാം. എൻ്റെ വന്ന് പറയണം, സർ ഞങ്ങളത് പഠിച്ചു, സിമ്പിൾ ആയിരുന്നു എന്ന്. അങ്ങനെ എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഞാനപ്പോൾ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അടുത്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് കോസ്റ്റ് കൺട്രോൾ ആണ്, എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് ഡിസിഷൻ മേക്കിംഗ് ആണ്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ്. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് പഠിച്ചു. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് കോസ്റ്റ് കൺട്രോൾ ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ലിമിറ്റഡ് സ്കോപ്പാണ്, എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് വൈഡർ സ്കോപ്പാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ലിമിറ്റഡ് സ്കോപ്പാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് വൈഡർ സ്കോപ്പാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റിനെയാണ് ഡീൽ ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നത് കോസ്റ്റും റവന്യൂമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നത് കോസ്റ്റിനെയാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നത് കോസ്റ്റും റവന്യൂമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് മാത്രമാണ്, എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ക്വാണ്ടിറ്റേറ്റീവും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവും ഇൻഫർമേഷൻസ് യൂസ് ചെയ്യും. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് കോസ്റ്റ് മിനിമൈസേഷൻ ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാമെന്നാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഹിസ്റ്റോറിക്കൽ ഓറിയന്റേഷൻ ആണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫ്യൂച്ചർ പ്ലാനിംഗ് ഓറിയന്റേഷൻ ആണ്. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ്. അടുത്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ നീഡ്, ഇമ്പോർട്ടൻസ്, യൂസേഴ്സ്, യൂട്ടിലിറ്റീസ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്. ഇങ്ങനെ ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ ആയിട്ടും എല്ലാം എഴുതാം. നീഡ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, യൂസേഴ്സ്, ഫംഗ്ഷൻ, ഫീച്ചർ, അഡ്വാൻറ്റേജ്
ഇതെല്ലാം ചോദിച്ചാൽ കോമൺ ആയിട്ട് നിങ്ങൾ ഈ പോയിന്റ് എഴുതിയാൽ മതി. ഡിറ്റർമിനേഷൻ ഓഫ് ഗോൾസ്, എഫക്റ്റീവ് കൺട്രോൾ, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്, മാക്സിമൈസിംഗ് പ്രോഫിറ്റബിലിറ്റി, ബെറ്റർ കസ്റ്റമർ സർവീസ്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ. ഇത്രയും പോയിന്റ്സ് വൃത്തിക്ക് പഠിച്ചു വെക്കുക. അടുത്തത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? ലാക്ക് ഓഫ് നോളജ്, കോസ്റ്റ്ലി, റെസിസ്റ്റൻസ്, ഇൻആക്യുറസി, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ്, പേഴ്സണൽ ജഡ്ജ്മെന്റ്. ഇതെല്ലാമാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താണ്? ലാക്ക് ഓഫ് നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. കോസ്റ്റ്ലി, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് ആണ് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഫോർഡബിൾ ആയിരിക്കില്ല. അടുത്തതാണ് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ്, എതിർപ്പുണ്ടാകും. ഇനാക്യുറസി, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസുകൾ ഇനാക്യുറേറ്റ് ആണെന്നാണ് പറയുന്നത്. നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ നമുക്കൊരിക്കലും മാനേജ്മെന്റിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു പകരക്കാരനായിട്ട് എടുക്കാൻ പറ്റില്ല. പേഴ്സണൽ ജഡ്ജ്മെന്റ്, പലപ്പോഴും ഒരു പേഴ്സണൽ ജഡ്ജ്മെന്റ് ഇതിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഈ 6 പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. അടുത്തത് ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒന്നാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ PDF ആൻഡ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്നോട് വന്നൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അതൊക്കെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ടൂൾസ് യൂസ്ഡ് ഇൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്തെല്ലാം ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്, ബഡ്ജറ്റിംഗ്, വേരിയൻസ് അനാലിസിസ്, ബ്രേക്ക് ഈവൺ അനാലിസിസ്, CVP അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആൻഡ് പെർഫോമൻസ് മെഷർമെന്റ്. ഇത് 2018 ചോദിച്ച essay ആണ്. വാട്ട് ആർ ദ ടൂൾസ് യൂസ്ഡ് ഇൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. പുതിയ സിലബസ് പ്രകാരം ഇത് പഠിക്കാനില്ല, ബട്ട് പഠിച്ചു വെച്ചോ, വരും. ചിലപ്പോൾ അവർ സിലബസ് ഒന്നും നോക്കില്ല, സബ്ജക്റ്റിന്റെ പേര് മാത്രമേ നോക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. താങ്ക് യു.